നമസ്കാരം. തൊടിയിലെ ചെടി എന്ന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരളത്തിലെ കാലാവസ്ഥയിൽ സമൃദ്ധമായി വളരുന്ന ചാമ്പയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. സ്കൂൾ ജീവിതകാലത്തും അവധിക്കാലം ആഘോഷിക്കുമ്പോഴും കുട്ടികൾക്ക് ആവേശവും കൗതുകവും പ്രിയവുമാർന്നതാണ് ചാമ്പയ്ക്ക. മിർട്ടേസി ഫാമിലിയിൽപ്പെടുന്ന ഈ സസ്യത്തിൻ്റെ ശാസ്ത്രീയ നാമം സിസിജിയം സമരാജിൻസ് എന്നതാണ്. സംസ്കൃതത്തിൽ മഹാജംബു, രാജജംബു എന്നെല്ലാം പറയുന്നു. വൈറ്റമിൻ സിയുടെ ഒരു കലവറ തന്നെയാണ് ചാമ്പയ്ക്ക. ഇത് ഏകദേശം 12 മീറ്ററോളം ഉയരത്തിൽ വളരുന്ന ഒരു ചെറിയ ഫലവൃക്ഷമാണ്. ഇതിൻ്റെ കായകൾ നമുക്കെല്ലാവർക്കും അറിയാം, നല്ല കൗതുകമാർന്നതാണ്. ഇത് ബെല്ലിൻ്റെ രൂപത്തിൽ കൂട്ടം കൂട്ടമായി തൂങ്ങിക്കിടക്കുന്നു. റോസ്, വെള്ള, പച്ച എന്നീ നിറങ്ങളിൽ ഇത് കാണപ്പെടാറുണ്ട്. മിർട്ടേസി ഫാമിലിയിൽ പെടുന്ന പനിനീർ ചാമ്പയ്ക്ക ഇതിൻ്റെ വേറൊരു വകഭേദമാണ്. ഇതിന് പനിനീരിൻ്റെ സുഗന്ധവും സ്വാദുമുള്ളത് കൊണ്ടാണ് ഇതിനെ പനിനീർ ചാമ്പയ്ക്ക എന്നും കൂടി പറയുന്നത്. ഏത് കാലാവസ്ഥയിലും വളരാനുള്ള ശക്തി ഇതിനുണ്ട്. ഉപ്പിൻ്റെ അംശമുള്ള പ്രദേശങ്ങളിൽ പോലും ഇതിന് വളരാനുള്ള ശക്തിയുണ്ട്. ഇതിൻ്റെ പൂക്കൾ വെളുത്ത നിറത്തിൽ വളരെയധികം കേസരങ്ങളോട് കൂടി തൂങ്ങിക്കിടക്കുന്നതാണ്. ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഇതിൻ്റെ പഴത്തിൻ്റെ ഉള്ളിൽ നിരവധി കുരുക്കൾ അടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ ഇലയിൽ ചെറിയ തോതിൽ സയനൈഡ് ഉള്ളതിനാൽ ചാമ്പയില ഭക്ഷിക്കരുത് എന്നാണ് പറയാറുള്ളത്. ചാമ്പയുടെ ജന്മദേശം ഇന്ത്യയാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഹോർത്തൂസ് മലബാറിക്കസ് ചാമ്പയെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. മധുരവും പുളിയും ഇടകലർന്ന ചാമ്പയ്ക്ക വൈൻ, ജ്യൂസ്, അച്ചാറുകൾ തുടങ്ങിയവ ഉണ്ടാക്കാൻ ഉപയോഗിക്കാറുണ്ട്. നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളിൽ ഇത് സുലഭമായി ലഭിക്കുന്നുണ്ടെങ്കിലും ഇത് ലോകവിപണിയിൽ വിലയേറിയ ഒരു ഫലം കൂടിയാണ്. വൈറ്റമിൻ എ, സി, ജലാംശം, അന്നജം, ആപ്പിളിൽ അടങ്ങിയിട്ടുള്ള ജാംബോസൈൻ എന്നീ ഘടകങ്ങളെല്ലാം തന്നെ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഫലം, കുരു തുടങ്ങിയവയാണ് ഇതിലെ ഔഷധയോഗ്യമായ ഭാഗങ്ങൾ. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്നതിൽ ചാമ്പയ്ക്ക മുഖ്യമായ പങ്ക് വഹിക്കുന്നുണ്ട്. പ്രമേഹ രോഗികൾക്ക് ചാമ്പയ്ക്ക കുരു ഉണക്കിപ്പൊടിച്ചത് ഭക്ഷണമായും പാനീയമായും കഴിക്കുന്നത് ഉത്തമമാണ്. വേനൽക്കാലത്ത് ശരീരത്തെ തണുപ്പിക്കുന്നതിൽ ചാമ്പയ്ക്ക മുഖ്യമായ പങ്ക് വഹിക്കുന്നു. സൂര്യാഘാതം പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ചാമ്പയ്ക്ക ഒരു പ്രതിവിധിയാണ്. ദഹന പ്രക്രിയയെ സുഗമമാക്കാനും കുടലിലെ വിരകളെ ഇല്ലാതാക്കാനും ഇത് ഉത്തമമായൊരു ഔഷധമാണ്. ക്യാൻസർ കോശങ്ങളെ ചെറുക്കുന്നതിനുള്ള കഴിവ് ചാമ്പയ്ക്കയ്ക്ക് ഉണ്ട്. സ്ഥിരമായി ചാമ്പയ്ക്ക കഴിക്കുന്നവരിൽ സ്തനാർബുദം, പ്രോസ്റ്റേറ്റ് തുടങ്ങിയ അസുഖങ്ങൾ കുറവായിരിക്കും. ഹൃദയാഘാതം, മസ്തിഷ്കാഘാതം, കണ്ണിലെ രക്തസമ്മർദ്ദം, വയസ്സായവരിൽ കാണുന്ന തിമിരം, ഹ്രസ്വദൃഷ്ടി തുടങ്ങിയ അസുഖങ്ങൾക്ക് ഇത് ഉത്തമമായൊരു ഔഷധമാണ്. ചാമ്പയ്ക്ക കഴിക്കുന്നത് കണ്ണിന് കാഴ്ച മെച്ചപ്പെടുത്തുന്നതിനും നവോന്മേഷത്തോടെ ഇരിക്കുവാനും സഹായിക്കുന്നു. ഇതിൻ്റെ കൂടുതൽ ഔഷധ പ്രയോഗങ്ങളെക്കുറിച്ച് ഡോക്ടർ CM ശ്രീകൃഷ്ണൻ നിങ്ങളോട് വിശദീകരിക്കുന്നതാണ്. ചാമ്പയ്ക്കയെ പറ്റിയൊരു പാട്ടുണ്ട്. ചാമ്പയ്ക്ക കണ്ണുള്ള ചാട്ടുള്ളിക്കവിളുള്ള എന്ന് പറഞ്ഞിട്ട്. ഈ ചാമ്പയ്ക്ക കാണാമെന്നുണ്ടെങ്കിൽ ചാമ്പയ്ക്ക കാണാൻ നല്ല ഭംഗിയാണ്, അതുപോലെ കണ്ണ് നല്ല ഭംഗി ഉണ്ടാകും എന്ന് പറയാം. അതിലൊരു ശാസ്ത്രീയത ഉണ്ട്. ഈ ചാമ്പയ്ക്ക് ധാരാളം വൈറ്റമിൻസും പോഷകമുള്ളതാണ്. പ്രത്യേകിച്ച് ഈ വേനൽക്കാലത്ത് കഴിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ഫലമാണ് ഈ ചാമ്പയ്ക്ക. അതിൽ വൈറ്റമിൻസും ഈ ബ്ലഡ് ഉണ്ടാവാനുള്ള സാധനങ്ങൾ വെച്ചാൽ ശരീരം നല്ല പോലെ ഒരു തേജസ് വരും. ഈ നിറം വയ്ക്കാൻ ഏറ്റവും നല്ല ദിവസേന ഒരു 5-6 ചാമ്പയ്ക്ക ദിവസേന കഴിച്ചു കഴിഞ്ഞാൽ നല്ല നിറം വയ്ക്കും. ഈ നിറം കുറഞ്ഞ ആൾക്കാർക്ക് ഏറ്റവും നല്ലൊരു പഴമാണ്. പിന്നെ ഈ പ്രമേഹ രോഗികൾക്ക് കഴിക്കാൻ പറ്റിയ ഒരു പഴമാണ് ഈ ചാമ്പയ്ക്ക. അതും നല്ലോണം ക്ഷീണം മാറും. പിന്നെ ഈ ശരീരത്തിൽ നിന്ന് ഈ ജലം നഷ്ടപ്പെടുന്ന കണ്ടീഷനിൽ ഈ ചാമ്പയ്ക്ക ജ്യൂസ് അടിച്ച് വേഗം കഴിക്കാൻ, വെറുതെ കഴിച്ചാലും മതി. നിർജ്ജലീകരണം പറയാം, ഡീഹൈഡ്രേഷൻ, ആ കണ്ടീഷനിൽ ഈ ചാമ്പയ്ക്ക ധാരാളം കഴിക്കാൻ കൊടുക്കാം. പക്ഷേ ഈ ചാമ്പയ്ക്കൊരു കുഴപ്പമുള്ളത്,
ഈ ചില ആൾക്കാർക്ക് ചാമ്പയ്ക്കൊക്കെ അലർജി വരും, ശ്വാസം മുട്ട് വരും. അങ്ങനെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക തന്നെ വേണം. പിന്നെ ഇത് ഈ ഛർദി ഉണ്ടാകുമ്പോൾ ഇത് ലേശം എടുത്തിട്ട് അതിൻ്റെ നീരെടുത്ത് ലേശം തേനോ കലക്കൊണ്ടോ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഛർദി നിൽക്കും. പിന്നെ ഈ ചാമ്പയ്ക്ക് ഈ കൃമിനാശനം എന്ന് പറഞ്ഞ ഗുണമുണ്ട്. പ്രത്യേകിച്ച് വയറ്റിലുണ്ടാകുന്ന കൃമിയെ ഇല്ലാണ്ടാക്കും. പിന്നെ ഇതിൻ്റെ ഒരു അത്ഭുതമായ ഫലസിദ്ധി ഈ ക്യാൻസർ വരുന്നത് തടുക്കുമെന്നാണ് പറയുക. പ്രത്യേകിച്ച് ഈ പ്രോസ്റ്റേറ്റ് ക്യാൻസർ വരാതിരിക്കാൻ ഈ ചാമ്പയ്ക്ക കഴിച്ചു കഴിഞ്ഞാൽ നല്ലതാണ്. അതിൻ്റെ ആദ്യത്തെ സ്റ്റേജിലൊക്കെ ഈ പ്രോസ്റ്റേറ്റ് വീർക്കുന്ന ആദ്യത്തെ കണ്ടീഷനിലൊക്കെ ഈ ചാമ്പയ്ക്ക ദിവസേന കഴിച്ചു കഴിഞ്ഞാൽ അത് പിന്നീട് ഫർദറായിട്ട് വലുതാവാതെ നോക്കാൻ പറ്റും. മാത്രമല്ല ഈ ക്യാൻസർ സെല്ല് ഉണ്ടാകുന്ന തടുക്കാനുള്ളൊരു കഴിവ് ഈ ചാമ്പയ്ക്കയ്ക്കുണ്ട്.